വനിതാ കമ്മീഷനിൽ കൂട്ടപ്പിരിച്ചുവിടൽ 223 ജീവനക്കാരെ ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേന പിരിച്ചുവിട്ടു. അനുമതിയില്ലാതെയാണ് തസ്തിക സൃഷ്ടിച്ചതെന്നും നിയമനം നടത്തിയതെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. നോബിൾ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ ദില്ലിയിൽ നിന്ന്. നോബിൾ മാരിക്കാരൻ, 225 എന്ന് പറയുമ്പോൾ ഏതാണ്ട് എല്ലാവരെയും തന്നെ പിരിച്ചുവിട്ടോ? എന്താണ് അവിടെ സംഭവിച്ചത്? സുജയ, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേനയുടെ ഭാഗത്താണ് ഇപ്പോൾ ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. 223 ജീവനക്കാരെയാണ് ദില്ലി വനിതാ കമ്മീഷൻ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാന കാരണമായി പറയുന്നത് നിലവിൽ 40 ജീവനക്കാർക്ക് മാത്രമാണ് അവിടെ അനുമതിയുള്ളത്. ആ തരത്തിൽ ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് 223 ജീവനക്കാരെ കൂടി അവിടെ പുതുതായി നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. സ്വാതി മലിവാൾ ആയിരുന്നു ഇതുവരെ അവിടുത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. അവരിപ്പോൾ രാജ്യസഭാ അംഗമായി മാറിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലാണ് ഈ നിയമനങ്ങൾ എല്ലാം നടത്തിയിട്ടുള്ളത്. ഇത് അമിത സാമ്പത്തിക ബാധ്യത സർക്കാരിന് ഉണ്ടാക്കുന്നു എന്നാണ് ഗവർണറുടെ ഓഫീസ് രാജ്ഭവൻ ഇതിൽ വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലും ഇത് ന്യായീകരിക്കാൻ കഴിയില്ല എന്നും പറയുന്നു. പ്രത്യേകിച്ച് ഈ ധനകാര്യ വകുപ്പിന്റെ അനുമതിയില്ലാതെ ഇത്തരത്തിൽ തസ്തികകൾ സൃഷ്ടിക്കുന്നത് കൂടുതൽ ബാധ്യത സർക്കാരിന് ഉണ്ടാക്കും എന്നടക്കമുള്ള നിരീക്ഷണങ്ങളും ഇക്കാര്യത്തിൽ എന്താണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 40 പേർക്ക് മാത്രം അനുമതിയുള്ള 40 ജീവനക്കാരെ മാത്രം അനുവദിച്ചിട്ടുള്ള വനിതാ കമ്മീഷൻ ഓഫീസിലാണ് 223 പേരെ നിയമിച്ചത് എന്നാണ് ഇതിൽ എന്താണെങ്കിലും രാജ്ഭവൻ വ്യക്തമാക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് വി.കെ. സക്സേനയുടെ ഭാഗത്ത് നിന്ന് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ആം ആദ്മി എന്താണെങ്കിലും ഇക്കാര്യത്തിൽ വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഗവർണർ പദവി അത് ബി.ജെ.പിയുടെ കയ്യിലാണ്. ബി.ജെ.പി ആണ് അതിനെ നിയന്ത്രിക്കുന്നത്. ഫ്രീ ആയി അല്ലെങ്കിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ ഗവർണർക്ക് അനുമതി ഇല്ലാത്ത സാഹചര്യമാണ് ദില്ലിയിൽ ഉള്ളത് എന്നാണ് ഇതിൽ ആം ആദ്മി എന്താണെങ്കിലും ഒരു വിമർശനം ഉന്നയിക്കുന്നത്. അതേസമയം സ്വാതി മലിവാൾ ആകട്ടെ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടില്ല. കഴിഞ്ഞ 2 മാസം മുമ്പാണ് സ്വാതി മലിവാളിനെ രാജ്യസഭാ അംഗമാക്കി തന്നെ AAP തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിനു പിന്നാലെ ഈ പദവി ഇപ്പോഴും, അതായത് ദില്ലി വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി ഇപ്പോഴും ഒഴിഞ്ഞിടക്കുകയും ചെയ്യുകയാണ്. എന്താണെങ്കിലും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലും അത്തരത്തിൽ സംസ്ഥാനത്തെ ഭരണവുമായി ബന്ധപ്പെട്ട് വലിയ അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നതിന് ഇടയിലാണ് ഇപ്പോൾ ഗവർണർ നേരിട്ട് ഈ 223 പേരെ ദില്ലി വനിതാ കമ്മീഷനിൽ നിന്ന് പിരിച്ചുവിട്ട് തീരുമാനം എടുത്തിരിക്കുന്നത്. അത് തീർച്ചയായും ആം ആദ്മി ഗവർണർ പോരിലേക്ക് വീണ്ടും വഴിവെക്കുമോ എന്നാണ് ഇനിയിപ്പോൾ അറിയാൻ ഉള്ളത്. സുജയ.